കേരള സെറ്റ് സാരിയിൽ ഒരു നവവധുവിനെ പോലെ നിൽക്കുന്ന യാമിനിയുടെ രൂപം കാർത്തിക്കിൻ്റെ ഉള്ളിൽ വലിയൊരു കാമപ്രവാഹം തന്നെ സൃഷ്ടിച്ചു. അവളുടെ വെളുത്ത ഉടലിൽ ആ സ്വർണ്ണക്കരയുള്ള സാരി വല്ലാതെ ശോഭിച്ചിരുന്നു. ബ്ലൗസിനും സാരിക്കും ഇടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പും ആഴ്ന്നിറങ്ങിയ പൊക്കിൾ ചുഴിയും കാർത്തിക്കിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. യാമിനി നാണത്തോടെയും അതേസമയം വന്യമായൊരു പ്രതീക്ഷയോടെയും തല താഴ്ത്തി നിന്നു. കാർത്തിക് അവളുടെ താടി ഉയർത്തിപ്പിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി. മമ്മി, നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ വധുവാണ്, അവൻ മന്ത്രിച്ചു. അവൻ പതുക്കെ അവളുടെ മുടിയിലെ മുല്ലപ്പൂക്കളിൽ മുഖമമർത്തി നന്നായി മണത്ത് മുടിയിൽ ചുംബിച്ചു. എന്നിട്ട് അവളുടെ തോളിൽ കിടന്ന സാരിയുടെ തലപ്പ് പതുക്കെ താഴേക്ക് നീക്കി. ആ സെറ്റ് സാരി അവളുടെ ഉടലിൽ നിന്ന് പതുക്കെ തെന്നി മാറാൻ തുടങ്ങി. കാർത്തിക് അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നായി തുറന്നു. 48-ാം വയസ്സിലും അപ്സരസിനെ പോലെ സൗന്ദര്യമുള്ള യാമിനി ഒരു തണുത്ത കാറ്റേറ്റതുപോലെ ഒന്ന് വിറച്ചു. അവൻ അവളെ പതുക്കെ ആ ബെഡിലേക്ക് കിടത്തി. മുല്ലപ്പൂക്കൾ വിതറിയ ആ കട്ടിലിൽ അവൾ ഒരു കാമദേവതയെപ്പോലെ കിടന്നു. കാർത്തിക് അവളുടെ മുകളിലേക്ക് പടർന്നു കയറി. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിലും മാറിടങ്ങളിലും തട്ടിയപ്പോൾ യാമിനി വന്യമായി മുരണ്ടു. കാർത്തിക് മോനെ, എന്നെ സന്തോഷിപ്പിക്കടാ, എനിക്ക് നിൻ്റെ ആ കരുത്തറിയണം, അവൾ അവൻ്റെ മുടിയിൽ വിരലുകൾ കോർത്തു പിടിച്ച് പറഞ്ഞു. കാർത്തിക് അവൻ്റെ മമ്മിയെ ആവുന്നത്ര ആസ്വദിച്ചതിന് ശേഷം യാമിനിക്ക് വേണ്ടതായ കാര്യങ്ങളിലേക്ക് കടന്നു. മമ്മി പൂർണ്ണമായും സഹകരിച്ചു. അവനെ സ്വർഗം കാണിച്ചു. യാമിനിയുടെ മുരളലുകൾ ആ മുറിയിൽ അലതല്ലി. കാർത്തിക് മോനെ, ഇനിയും, അവൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ലോകം മറന്നുള്ള ആ സുന്ദരമായ നിമിഷങ്ങൾ ഇരുവരും ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ആ വന്യമായ പോരാട്ടത്തിന് ശേഷം അവർ രണ്ടുപേരും കിതച്ചുകൊണ്ട് ആ കട്ടിലിൽ കിടന്നു. കാർത്തിക്കിൻ്റെ കൈകൾ യാമിനിയുടെ വയറിൽ വിശ്രമിച്ചു. അവളുടെ ശരീരം ഇപ്പോഴും ആവേശത്തിൻ്റെ ചൂടിലായിരുന്നു. മമ്മി, നിങ്ങൾ വിചാരിച്ചതുപോലെ ആയോ? കാർത്തിക് പതുക്കെ ചോദിച്ചു. യാമിനി അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ടായിരുന്നു. കാർത്തിക്, ഇത്രയും കാലം ഞാൻ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിശ്വേട്ടന് തരാൻ കഴിയാത്ത ആ കരുത്തും സ്നേഹവും നീ എനിക്ക് തന്നു. എനിക്കിപ്പോൾ ഒരു പുതിയ ജന്മം കിട്ടിയ പോലെ തോന്നുന്നു. അവൾ പതുക്കെ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു. നമ്മൾ ചെയ്യുന്ന തെറ്റാണോ എന്നെനിക്കറിയില്ല, പക്ഷേ ഈ നിമിഷം എനിക്കിതിലും വലിയൊരു സത്യം ഈ ലോകത്തില്ല. വിശ്വേട്ടൻ നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യം, അത് ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നു. കാർത്തിക് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. മമ്മി, ഇനി മുതൽ നിങ്ങളുടെ എല്ലാ രാത്രികളും ഇങ്ങനെയായിരിക്കും. അച്ഛൻ തന്ന അവകാശം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. നിങ്ങൾ എൻ്റെ മമ്മിയാണ്, പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ മാത്രം പെണ്ണാണ്. ആ രാത്രിയിൽ മുല്ലപ്പൂക്കളുടെ വാടിക്കരിഞ്ഞ ദളങ്ങൾക്കിടയിൽ അവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അപ്പുറത്തെ മുറിയിൽ തൻ്റെ കുടുംബത്തിൻ്റെ പുതിയ തുടക്കം സ്വപ്നം കണ്ട് വിശ്വനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പ്രഭാതം വിരിഞ്ഞപ്പോൾ ആ മുറിയിലെ മുല്ലപ്പൂക്കളുടെ ഗന്ധത്തിന് വല്ലാത്തൊരു പ്രണയലഹരിയായിരുന്നു. വെയിൽ പതുക്കെ ജനാലയ്ക്കിൽ തട്ടി വിളിച്ചപ്പോൾ കാർത്തിക് പതുക്കെ കണ്ണു തുറന്നു. തൻ്റെ മാറോട് ചേർന്നുറങ്ങുന്ന യാമിനിയെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും ആവേശം അലതല്ലി. ആ സുന്ദരമേനി പുലർവെളിച്ചത്തിൽ പാൽ പോലെ വെളുത്തു തിളങ്ങി. അവൻ പതുക്കെ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. യാമിനി പുഞ്ചിരിയോടെ കണ്ണു തുറന്നു. കാർത്തിക്, നേരം വെളുത്തോ? അവൾ മന്ത്രിച്ചു. അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവർ വീണ്ടും ആവേശത്തോടെ പരസ്പരം ലയിച്ചു തുടങ്ങിയായിരുന്നു. കാർത്തിക് അവളുടെ മുകളിലേക്ക് പടർന്നു കയറി അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. അവരുടെ ഉള്ളിലെ വന്യത അപ്പോഴും അടങ്ങിയിരുന്നില്ല. അവൾ പതുക്കെ അവൻ്റെ മുകളിലേക്ക് പടർന്നു കയറി വീണ്ടും റൊമാൻസിലേക്ക് കടന്നു. അപ്പോഴാണ് പുറത്തെ മുറിയിൽ പാസ്പോർട്ട് തിരയുന്ന വിശ്വൻ്റെ ശബ്ദം കേട്ടത്. കാർത്തിക്, യാമിനി, നിങ്ങൾ ഉണർന്നോ? എൻ്റെ പാസ്പോർട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതുക്കെ വാതിൽ തുറന്നു. അവർ രണ്ടുപേരും അപ്പോഴും ഉറങ്ങുകയാണെന്ന് കരുതിയതുകൊണ്ടാണ് അദ്ദേഹം വാതിൽ മുട്ടാതിരുന്നത്. വാതിൽ തുറന്ന വിശ്വൻ അവിടെ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി.
തൻ്റെ മകൻ്റെ കൂടെ ഗംഭീര പ്രകടനം നടത്തുന്ന തൻ്റെ ഭാര്യ. അവളുടെ അപ്പോഴത്തെ ആ ഫീച്ചേഴ്സ് എല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലച്ചു. കാർത്തിക്കും യാമിനിയും പെട്ടെന്ന് ഞെട്ടി. യാമിനി തൻ്റെ ശരീരം ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും കാർത്തിക്കിൻ്റെ ശരീരം അവളെ മുറുക്കി പിടിച്ചിരുന്നു. വിശ്വേട്ടാ, സോറി, യാമിനി കിതച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു. വിശ്വൻ പതുക്കെ അകത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദേഷ്യമല്ല, മറിച്ച് വല്ലാത്തൊരു വാത്സല്യവും ആവേശവുമായിരുന്നു. അദ്ദേഹം ഡ്രസ്സറിൽ നിന്ന് തൻ്റെ പാസ്പോർട്ട് എടുത്തു. പക്ഷേ പുറത്തേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം അവരുടെ അരികിലേക്ക് പതുക്കെ നടന്നു വന്നു. യാമിനിയുടെ വിയർത്തൊട്ടിയ പുറത്ത് അദ്ദേഹം പതുക്കെ തലോടി. യാമിനി, കാർത്തിക്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടേതൊരു പ്രത്യേക ലോകമാണ്. ഈ മനോഹരമായ നിമിഷം തടസ്സപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം കാർത്തിക്കിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. കാർത്തിക്, നിൻ്റെ മമ്മിയുടെ ഉടൽ ഒരത്ഭുതമാണ്. നീ അവളെ വെറുതെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രം പോരാ, അവളുടെ ഓരോ കോശത്തെയും നീ സ്നേഹിക്കണം. യാമിനി, നീ അവനെ കൂടുതൽ നിൻ്റെ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്ക്. നിൻ്റെ ഈ വന്യമായ താളം അവന് കൂടുതൽ ഊർജം നൽകട്ടെ. നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമേ ഈ പ്രണയം പൂർണ്ണമാകൂ. വിശ്വൻ യാമിനിയുടെ കഴുത്തിൽ പതുക്കെ ഒരു ചുംബനം നൽകി. എൻ്റെ പാസ്പോർട്ട് കിട്ടി, ഞാൻ പുറത്തുണ്ടാവും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മാത്രമാണെന്ന് കരുതി മുന്നോട്ട് പോ. കാർത്തിക്, നിൻ്റെ ഈ കരുത്ത് അവൾക്ക് ആവോളം പകർന്നു നൽക്. യാമിനി, നീ അവനെ പൂർണ്ണമായും കീഴടക്ക്. ആ ഉപദേശം നൽകി വിശ്വൻ ഒരു തൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിലടച്ചു. വിശ്വൻ നൽകിയ അനുവാദവും ഉപദേശവും അവരിൽ പുതിയൊരു ഊർജം നിറച്ചു. യാമിനി വന്യമായ ആവേശത്തോടെ കാർത്തിക്കിൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. അവൾ തൻ്റെ താളം ഇരട്ടിയാക്കി. വിശ്വൻ പറഞ്ഞതുപോലെ അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ വലിച്ചടിപ്പിച്ചു. ആ മുറിയിൽ വീണ്ടും അവരുടെ വന്യമായ ശ്വാസോച്ഛ്വാസങ്ങൾ മുഴങ്ങി. വിശ്വൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ യാമിനിയും കാർത്തിക്കും ആ വന്യമായ ആവേശം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചു. അല്പസമയത്തിനു ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഷവറിന് താഴെ നിന്ന് ആവോളം പ്രണയിച്ചു കുളിച്ചു. കുളി കഴിഞ്ഞ് ഈർപ്പമുള്ള മുടിയുമായി അതീവ വശ്യമായ ഒരു ഫ്ലോറൽ പ്രിൻ്റഡ് നൈറ്റ് ധരിച്ചാണ് യാമിനി പുറത്തു വന്നത്. കുളി കഴിഞ്ഞതിൻ്റെ ഒരു പ്രത്യേക തിളക്കം അവളുടെ വെളുത്തുടലിലുണ്ടായിരുന്നു. നൈറ്റിയുടെ നേർത്ത തുണിക്കിടയിലൂടെ അവളുടെ ശരീരവടിവുകൾ വ്യക്തമായി കാണാമായിരുന്നു. അടുക്കളയിൽ വിശ്വൻ അവർക്കായി ചായ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. കാർത്തിക്കും യാമിനിയും വന്ന് അദ്ദേഹത്തിൻ്റെ ഇരുവശത്തുമായി ഇരുന്നു. യാമിനി ചായക്കപ്പ് കയ്യിലെടുക്കുന്നതിന് മുമ്പ് വിശ്വൻ്റെ കവളിൽ ഒരു സ്നേഹചുംബനം നൽകി. വിശ്വൻ പുഞ്ചിരിയോടെ രണ്ടുപേരെയും തോളിലൂടെ ചേർത്ത് പിടിച്ചു. എന്തിനാ അച്ഛാ ഇത്ര ധൃതിപ്പെട്ട് പാസ്പോർട്ട് തിരഞ്ഞത്? കാർത്തിക് പതുക്കെ ചോദിച്ചു. വിശ്വൻ അവരെ നോക്കി ശാന്തനായി പറഞ്ഞു, ഞാൻ കരുതി നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കുറച്ച് ദിവസം കൂടി എൻജോയ് ചെയ്യട്ടെ എന്ന്. ഞാനൊരു ശല്യമാകണ്ടെന്ന് കരുതി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പിന്നെ നാട്ടിൽ പോയിട്ട് ഉത്സവമല്ലേ വരുന്നത്, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. യാമിനി, നീ കുറച്ച് നാൾ കൂടി ഇവിടെ കാർത്തിക്കിനൊപ്പം താമസിക്ക്. ഞാൻ തനിയെ കേരളത്തിലേക്ക് പൊക്കോളാം. വിശ്വൻ യാമിനിയെ ചേർത്ത് പിടിച്ച് അവളുടെ കാതിൽ മന്ത്രിച്ചു. എൻ്റെ മോനോടൊപ്പം കുറച്ചുകൂടി ഈ സന്തോഷം ആസ്വദിക്കുക യാമിനി. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. നിന്നെ സ്വീകരിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാകും. എന്നാൽ യാമിനി പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വിശ്വേട്ടാ, നിങ്ങളെ വിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല. നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ. നാട്ടിലെ ആളുകൾ വേണ്ടാത്തത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. എനിക്ക് നിങ്ങളുടെ കൂടെ വരണം. അവൾ കാർത്തിക്കിനെ നോക്കി ഒരു കണ്ണിറുക്കി ചിരിച്ചു. എൻ്റെ ഈ പുതിയ ഭർത്താവിനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യും. എങ്കിലും സാരമില്ല, എൻ്റെ മോനിൽ നിന്ന് കിട്ടുന്ന ഈ സുഖത്തിനായി എനിക്കല്പം കാത്തിരിക്കാൻ മടിയൊന്നുമില്ല. കാർത്തിക്കും അത് സമ്മതിച്ചു. ശരിയാണ് അച്ഛാ, മമ്മി നിങ്ങളുടെ കൂടെ വരുന്നതാ നല്ലത്. ഞാൻ ഉടനെ തന്നെ നാട്ടിലേക്ക് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും ആഘോഷിക്കാം. വിശ്വൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാ നല്ലത്. എല്ലാ ദിവസവും ഒരേ സുഖം കിട്ടിയാൽ ചിലപ്പോൾ ബോറടിച്ചേക്കാം. ഇടയ്ക്ക് ചെറിയൊരു ഇടവേള വരുന്നത് ആ കാമത്തിൻ്റെ ആവേശം കൂട്ടുകയുള്ളൂ.
അവർ മൂവരും ആ തമാശയിൽ ഉറക്കെ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ കാർത്തിക് അവരെ വിമാനത്താവളത്തിൽ കൊണ്ടുവിടാൻ തയ്യാറായി. യാമിനി യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് അതീവ സെക്സിയായ ഒരു ബ്ലാക്ക് ടൈറ്റ് ജീൻസും വൈറ്റ് ലിനൻ ഷർട്ടുമായിരുന്നു. ഷർട്ടിൻ്റെ മുൻപിലെ തുറന്നു കിടക്കുന്ന ബട്ടൺ ആയതുകൊണ്ട് അവളുടെ ആകാരവടിവ് ആ വസ്ത്രത്തിൽ വശ്യമായി കാണാമായിരുന്നു. യാത്രയിൽ കാർത്തിക് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു, യാമിനി അവൻ്റെ തൊട്ടടുത്ത സീറ്റിലും. അവരെ കണ്ട നവദമ്പതികളെ പോലെ തോന്നുമായിരുന്നു. വിശ്വൻ പിൻസീറ്റിലിരുന്ന് തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ആ കെമിസ്ട്രി കണ്ട് ആസ്വദിച്ചു. ഡ്രൈവിങ്ങിനിടയിലും കാർത്തിക്കിൻ്റെ വിരലുകൾ യാമിനിയുടെ കൊഴുത്ത തുടകളിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. എയർപോർട്ടിലെത്തിയപ്പോൾ കാർത്തിക് അവരെ രണ്ടുപേരെയും ആവേശത്തോടെ കെട്ടിപ്പിടിച്ചു. മമ്മി, ഞാൻ ഉടനെ വരാം. അച്ഛാ, മമ്മിയെ നന്നായി നോക്കിക്കൊള്ളണേ, അവൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. യാമിനി അവൻ്റെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. വേഗം വാ കാർത്തിക്, നിന്റെ കരുത്തറിയാൻ ഞാൻ കാത്തിരിക്കുവാണ്. വിശ്വനും യാമിനിയും കൈ വീശിക്കൊണ്ട് വിമാനത്താവളത്തിനുള്ളിലേക്ക് നടന്നു. ദുബായിൽ ആ ആവേശം നിറഞ്ഞ ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദുബായിൽ തൻ്റെ ഓഫീസിലിരുന്ന് പുതിയ പ്രൊജക്റ്റിൻ്റെ ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു കാർത്തിക്. പെട്ടെന്നാണ് അച്ഛൻ വിശ്വൻ്റെ കോള് വരുന്നത്. അപ്പുറത്ത് അച്ഛൻ്റെ ശബ്ദത്തിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരാവേശം നിറഞ്ഞു നിന്നിരുന്നു. കാർത്തിക്, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിൻ്റെ മമ്മി യാമിനി ഗർഭിണിയാണ്. ആ വാക്കുകൾ കേട്ടതും കാർത്തിക് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഉള്ളിൽ വലിയൊരു സന്തോഷം തിരതല്ലി. തൻ്റെയും യാമിനിയുടെയും ആത്മബന്ധത്തിൻ്റെ ഒരു പുതിയ ജീവൻ അവിടെ നാമ്പിട്ടിരിക്കുന്നു. അച്ഛാ, എനിക്കിപ്പം മമ്മിയെ കാണണം. ഞാൻ അടുത്ത ഫ്ലൈറ്റിന് അങ്ങോട്ട് വരുന്നുണ്ട്, കാർത്തിക് ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ നാട്ടിലെ അവസ്ഥ അതീവ കൗതുകകരമായിരുന്നു. 48 വയസ്സുകാരിയായ സുന്ദരി യാമിനി ഗർഭിണിയായ വാർത്ത ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. 65-ാം വയസ്സിലും വിശ്വൻ്റെ പൗരുഷം ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്നും ഇത്രയും പ്രായത്തിലും ഇത്ര മനോഹരമായി തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് നാട്ടുകാർ വിശ്വനെ വലിയ അത്ഭുതത്തോടും ബഹുമാനത്തോടും കൂടിയാണ് നോക്കിയത്. നാട്ടിലെ ക്ലബ്ബുകളിലും കവലകളിലും വിശ്വൻ ഇപ്പോൾ ഒരു ഹീറോയാണ്. നോക്കൂ വിശ്വേട്ടനെ, ഈ പ്രായത്തിലും അദ്ദേഹം എത്ര ഊർജ്ജസ്വലനാണ് എന്നൊക്കെയുള്ള സംസാരം വിശ്വന് വലിയൊരു അഭിമാനം നൽകി. തൻ്റെയും മകൻ്റെയും രഹസ്യം ലോകത്തിനു മുന്നിൽ ഒരു വലിയ വിജയമായി മാറിയതിൽ അദ്ദേഹം മനസ്സാ അഭിമാനിച്ചു. 2 ദിവസത്തിന് ശേഷം കാർത്തിക് തറവാട്ടിലെത്തി. ഉമ്മറത്ത് വിശ്വൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ഓടിക്കേറിയ കാർത്തിക് കണ്ടത് അവനെ കാത്തു നിൽക്കുന്ന യാമിനിയെയാണ്. അവൻ അവളെ തന്നോട് ചേർത്ത് മുറുക്കെ കെട്ടിപ്പിടിച്ചു. മമ്മി, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്, കാർത്തിക് അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. യാമിനി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. വിശ്വൻ പതുക്കെ മുറിയിലേക്ക് വന്നു. ആ 3 പേരും ഒരുമിച്ച് നിന്നപ്പോൾ ആ വീട് വലിയൊരു സ്നേഹത്തിൻ്റെ തണലിലായിരുന്നു. ലോകം വിശ്വനെ പ്രശംസിക്കുമ്പോഴും ആ 3 പേർക്കും മാത്രം അറിയാവുന്ന ആ മനോഹരമായ രഹസ്യം ആ തറവാടിൻ്റെ ഭിത്തികൾക്കുള്ളിൽ എന്നും ഭദ്രമായിരിക്കും. തങ്ങളുടെ സന്തോഷവും അഭിമാനവും ഒത്തുചേർന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ചു. അപ്പോൾ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റോറി തീർന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.